കേരളത്തിലെ സഹകരണ സംഘങ്ങൾ LDFന്റെ മാത്രമല്ല, UDFും LDFും ഉണ്ട്. ചില ജില്ലകളിൽ ഇത് മുഴുവൻ വിതരണം ചെയ്യുന്നത് ഇപ്പോൾ മലപ്പുറം പോലുള്ള ജില്ലകളിൽ മഹാഭൂരിപക്ഷവും ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളല്ലേ. അങ്ങനെ സഹകരണ സംഘം വഴി വരുമ്പോൾ വല്ല ക്രമക്കേടൊക്കെ നടക്കുന്നു. ക്രമക്കേടുണ്ടെങ്കിൽ എലിയെ കൊല്ലാൻ ഇല്ലഞ്ചൂടെയല്ല വേണ്ടത്. ഏതായാലും ഒരു മാധ്യമം, കൈരളിയല്ല, കണക്ക് പ്രസിദ്ധീകരിച്ചു. എത്രയാ, 272 ക്രമക്കേടുകൾ കണ്ടുപിടിച്ചതിൽ 202 UDFന്റെ നിയന്ത്രണത്തിലുള്ള സംഘങ്ങളേതാണ്. അപ്പോ ഇത് കേരളത്തിലെ സഹകരണ സംഘങ്ങൾ വഴി ഫലപ്രദമായി നടന്നുകൊണ്ടിരുന്നതാണ്. ഈ കോവിഡ് കാലത്ത്, വെള്ളപ്പൊക്ക കാലത്ത് എങ്ങനെയാ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പണം വീടുകളിലെത്തിയത്? ഈ സഹകരണ സംഘങ്ങളുടെ ഇടപെടൽ വഴിയിട്ടാണ്. സഹകരണ സംഘങ്ങളെ കേരളത്തിന്റെ ഒരു കരുത്താണ്. അത് ഇവിടെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് പിടിയില്ല കേട്ടോ. അതുകൊണ്ട് എന്താ ഇപ്പൊ ചെയ്തിരിക്കുന്നത്? ഈ സഹകരണ സംഘമില്ല, നേരിട്ട് അങ്ങ് കൊടുക്കാൻ പോവുകയാണ്. പിന്നെ പ്രശ്നം എന്താ? ഈ വന്യവയോധികരായിട്ടുള്ള ആളുകൾ, ചെറുപ്പക്കാരായിട്ടുള്ള വയസ്സന്മാര്, 60, 65, 70 വരെയുള്ളവര്, അവരൊക്കെ DBTക്ക് ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. കിടപ്പ് രോഗിയാവുണ്ടെന്ന് ഇതൊക്കെ മനസ്സിലാക്കുക. ഒരു 80 അടുത്ത് കഴിഞ്ഞാൽ വീടിനടുത്തല്ലാതെ ദൂരെ പോവില്ല, കിടപ്പ് രോഗിയായിട്ടില്ല. ഇങ്ങനെയുള്ള പ്രായാധിക്യമുള്ള മുഴുവൻ പേരും ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടെത്തരണം എന്നാ പറയുന്നത്. അവരൊക്കെ ഇനി അക്കൗണ്ട് തുറക്കാൻ വേണ്ടി പോണം. 2, ഈ അക്കൗണ്ട് തുറക്കാൻ മാത്രമല്ല, എല്ലാ മാസവും മേടിക്കാൻ വേണ്ടി പോണം. ഇവര് പോയില്ലെങ്കിലും വേറെ ആരെങ്കിലും പോണ്ടേ? വേറെ ആരെങ്കിലും പോയാൽ ഇത് ഇവരുടെ കയ്യിൽ കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഇതെന്റെ പ്രശ്നം. 23 ലക്ഷം പേര് ഏതാനും ദിവസം എല്ലാ ബാങ്കിലും കയറി കഴിഞ്ഞാൽ ബാങ്കിൽ ഉണ്ടാവുന്ന ബഹളം എന്തായിരിക്കും? ഇവര് ഓൺ ദർ വൊളീഷൻ, അവര് തന്നെ പറയുന്നു ഞങ്ങൾക്ക് സൗകര്യം വീട്ടിൽ തരുന്നതാണ്. ഇല്ല, നിങ്ങൾ ബാങ്കിൽ പോയി ക്യൂന്ന് മേടിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതാണ് ഉയർന്നു വരുന്ന ചോദ്യം. എന്തിനു വേണ്ടിയിട്ടായി ചെയ്യുന്നത്? കേന്ദ്രം പറയുന്നൊന്നും പറയണ്ട, കേന്ദ്രമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇതാരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണ്. അപ്പോ ഇതിനെതിരെ വലിയ പ്രതിഷേധം വരുമെന്നതിനെ കുറിച്ചൊന്നും ആർക്കും സംശയം വേണ്ട.